ധൃതരാഷ്ട്രർക്ക് പാണ്ഡവരോട് എന്തെങ്കിലും മാനസികമായ അതൃപ്തിയുണ്ടോ, വൈരാഗ്യമുണ്ടോ? സത്യത്തിൽ ധൃതരാഷ്ട്രർക്ക് അതൃപ്തിയും വൈരാഗ്യവും പകയും എല്ലാം പാണ്ഡവരോടല്ലായിരുന്നു, മറിച്ച് പാണ്ഡുവിനോടായിരുന്നു. പണ്ട് കുരുവംശത്തിന്റെ രാജാവായി താൻ നിയോഗിക്കപ്പെടും എന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന അവസരത്തിലാണ് ജന്മനാ അന്ധനായ ധൃതരാഷ്ട്രയേക്കാൾ എന്തുകൊണ്ട് യോഗ്യൻ പാണ്ഡുവാണെന്ന് പണ്ഡിതർ തീരുമാനിക്കുകയും വിതുരർ അടക്കമുള്ള സഭ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത്. ധൃതരാഷ്ട്രക്ക് കിട്ടേണ്ടുന്ന ആ രാജ്യസ്ഥാനം പാണ്ഡുവിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹത്തിന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് മൗനനാകേണ്ടി വന്നു എങ്കിലും ആ മനസ്സിൽ പാണ്ഡുവിനോടുള്ള പക വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് പാണ്ഡു വനവാസത്തിന് പോയപ്പോഴും വനത്തിൽ നിന്ന് മടങ്ങി വരുന്നില്ലെന്നറിയിച്ചപ്പോഴും പാണ്ഡു മരിച്ചെന്നറിഞ്ഞപ്പോഴും ധൃതരാഷ്ട്രൻ ഉള്ളിൽ സന്തോഷിക്കുകയായിരുന്നു, സമാധാനിക്കുകയായിരുന്നു.